വനത്തിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. സഞ്ചാരികളുടെ പ്രിയ നാടായ ഗവി യാത്രയിലെ കാഴ്ചകളും ഇത്തരത്തിലാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ ഗവി യാത്രയ്ക്കിടയിൽ ആരെയും അതിശയിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. ആനക്കൂട്ടങ്ങളെയും കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെയും സ്ഥിരം കാണാറുണ്ടെങ്കിലും പരമാവധി 5-ലധികം ഉണ്ടാകാറില്ല, ഏറിയാൽ 10 വരെ. പക്ഷേ ഈ കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. എണ്ണിയാൽ തീരാത്തതുപോലെ മലഞ്ചെരിവിൽ നിന്നും പുൽമേട്ടിലൂടെ കാട്ടുപോത്തുകളുടെ ഒരു ഘോഷയാത്ര. ആദ്യത്തെ 12 എണ്ണത്തിനെ എണ്ണിയപ്പോഴേക്കും അടുത്ത ഗ്രൂപ്പ് ചാടിക്കയറി വന്നു. തൊട്ടു പിന്നാലെ നിരനിരയായി കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങൾ. കക്കി ഡാം കഴിഞ്ഞ് കൊച്ചു പമ്പയിലേക്ക് സമീപത്തെ പുൽമേട്ടിലായിരുന്നു ഈ കാഴ്ച. കൂടെ ഉണ്ടായിരുന്നവർ 35ഓളം എണ്ണി. ഇത്രയും കാട്ടുപോത്തുകൾ ഒരുമിച്ച് നടക്കുന്നത് പതിവില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾ സ്ഥിരമായി ഗവിയാത്ര നടത്തുമ്പോൾ കാണുന്നത് പരമാവധി 5-6 എണ്ണം മാത്രമാണ്. കൂടുതലും ഇണയായും ഒറ്റയ്ക്കുമാണ് നടക്കുന്നത്. ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. വഴിയരികിൽ വന്യമൃഗങ്ങളെ കാണാം എന്ന ലക്ഷ്യത്തോടെയാണ് സഞ്ചാരികൾ ഗവിയിലേക്ക് എത്തിച്ചേരുന്നത്. വനത്തിൽ കയറുമ്പോൾ വാഹനം ഓടിക്കുന്ന രീതിയും വന്യമൃഗങ്ങളുടെ സാമീപ്യം അറിയാൻ കഴിയാത്തതും പലരെയും നിരാശരാക്കാറുണ്ട്. ഗവി യാത്രയിൽ എപ്പോഴും വനത്തെ അറിയാവുന്ന ഒരാൾ ഒപ്പം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. വന്യമൃഗങ്ങളുടെ മുന്നിൽ പെടാതിരിക്കുന്നതും മൃഗങ്ങളെ കാണാൻ കഴിയുന്നതും സഹായകരമാണ്. മൊബൈൽ റേഞ്ച്, മറ്റ് സഹായങ്ങൾ ഒന്നും 100 കിലോമീറ്ററോളം വനയാത്രയിൽ ലഭിക്കുകയില്ല. അതിനാൽ ഗവിയിലേക്ക് ടൂറിസ്റ്റുകളെ പത്തനംതിട്ടയിൽ നിന്നും എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇത് ടൂറിസം വകുപ്പിൻ്റെ അനുമതിയുള്ള ഹോം സ്റ്റേ താമസ സൗകര്യം വനത്തിൽ ലഭ്യമാണ്. അത് ബുക്ക് ചെയ്ത് മാത്രം നിങ്ങൾ പോവുക. ഇതെല്ലാം ശ്രദ്ധിച്ച് യാത്രകൾ ചെയ്യുക.